ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാ, എവിടെയാ, എന്താ, അറ്റ്ലീസ്റ്റ് അവന്റെ പേര് അതുപോലും അറിയില്ല. സീതാ മാതാവിന്റെ ചരിത്രം എന്തെന്ന് ഒരാൾക്കും അറിയില്ല. സോ സീതയ്ക്ക് ആ കുഞ്ഞിനോടുള്ള വാത്സല്യം അടക്കാൻ കഴിയാതെ എന്തുകൊണ്ട് ആ കുഞ്ഞിനെ സീത കിഡ്നാപ്പ് I have a valid reason. ആ സീത ഒന്ന് പറഞ്ഞ് രണ്ടിന് എന്റെ മകളാ സിഹിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ ആ സിഹിമോള് ശ്യാമായിട്ടോ ശാലിനിയായിട്ടോ ഇടപഴകുന്നത് കണ്ട സീത സിഹിയുടെ കാര്യത്തിൽ അത്രയ്ക്കും പൊസസീവ് ആവുന്നത് എന്തുകൊണ്ടാ? ആ ഡോക്ടർ അനന്തലക്ഷ്മി സീതയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും പിന്നെ സീതയുടെ ഭർത്താവ് ആരാണ് എന്താണെന്ന് ആർക്കും അറിയാത്തതും സംശയം തോന്നാൻ ഇക്കാര്യങ്ങൾ പോരെ വിശ്വ? ഐ എം 100% ഷുവർ വിശ്വ, ആ സീത എന്തോ മറച്ചു വെക്കുന്നുണ്ട്. ആ കാര്യം നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയില്ലെങ്കിലുണ്ടല്ലോ നമുക്ക് ബുദ്ധിമുട്ടാ. നമുക്കോ? നമുക്കെന്ത് ബുദ്ധിമുട്ടുണ്ടാകാനാ? കം ഓൺ വിശ്വ, ആ ടൈം തിങ്ക്. ഈ ആസ്തിയൊക്കെ ഉള്ളത് രാമന്റെ പേരിലാ. ഈ സ്വത്തില് നമുക്കാർക്കും പങ്കില്ല. അപ്പൊ ഇത് മുഴുവൻ ആ സിഹിയുടെ പേരിലേക്കായാ നാളെ അവളെ അന്വേഷിച്ച് ഏതെങ്കിലും ഒരു അച്ഛനോ അമ്മയോ വന്ന ഈ സ്വത്തിന്റെ പങ്ക് ചോദിക്കില്ലെന്ന് ഉറപ്പുണ്ടോ? ശരിയാ ഭാർഗവ്. അപ്പോ മാച്ച് വളരെ കോംപ്ലിക്കേറ്റഡ് ആവല്ലോ ഭാർഗവ്. എക്സാക്ട്ലി. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഇപ്പൊ തന്നെ കരുക്കള് നീക്കിയേ പറ്റൂ. ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാവണം. ആ ക്ലാരിറ്റി തരാൻ സാധിക്കുന്ന ഒരേ ഒരാൾ ഡോക്ടർ അനന്തലക്ഷ്മി മാത്രമാണ്. നോക്ക്, ഈ ഫോട്ടോ ഒന്ന് നന്നായിട്ട് നോക്ക്. നീ വരയ്ക്കുന്ന സ്കെച്ച് സെയിം ടു സെയിം ഇതുപോലെ വേണം. അതേ നിറം, അതേ കണ്ണ്, എല്ലാം ഇതുപോലെ വേണം. ഈ കുട്ടിയുടെ അടുത്ത് നീ വരയ്ക്കുന്ന വ്യക്തി വന്ന് നിൽക്കുമ്പോൾ അതിവളുടെ അച്ഛനാണെന്നേ പറയാവൂ. ആർക്കും സംശയം തോന്നരുത്. അങ്ങനെ വരയ്ക്കണം. ഓക്കെ? ഓക്കെ അണ്ണാ. ഈ വീട് നല്ല ഭംഗിയുണ്ട്. അവരുടെ ക്ലിനിക്ക് സെറ്റ് ചെയ്യാനും ഇതായിരിക്കും എളുപ്പം. ശ്യാമിനോട് ശാലിനിയോട് പോയി ഒന്ന് സംസാരിച്ചു നോക്കാം. അമ്മേ, എന്തുപറ്റി? നിങ്ങൾക്ക് വയ്യേ? എനിക്കൊരു കുഴപ്പമില്ല സീത, ഐ എം ഫൈൻ. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ക്ഷീണമുള്ളതുപോലെ തോന്നി, അതുകൊണ്ടാ ചോദിച്ചത്. എന്താ, വയറുവേദനയാണോ? പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ സാധാരണയല്ലേ സീത. അതും ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാ ഈ വയറുവേദനയൊക്കെ ഒരു ഫ്രീ ഗിഫ്റ്റ് പോലെ അല്ലേ? നിനക്കും ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായി കാണുമല്ലോ അല്ലേ? എല്ലാവരും പറഞ്ഞിരുന്നതാ പ്രസവശേഷം പ്രസവ രക്ഷാ പരിചരണം നടത്തിക്കൊള്ളണമെന്ന്. ഞാനത് കേട്ടില്ല. അപ്പൊ അതത്ര കാര്യാക്കിയില്ല. പക്ഷേ നിന്റെ പ്രസവവും പരിചരണവും ഒക്കെ നല്ലപോലെ നടന്നു കാണുമല്ലോ അല്ലേ? നിന്റെ പ്രസവം ആരാ നടത്തിയിരുന്നേ? എന്തിനാ അമ്മേ? ഒന്നിനുമല്ല,
നമ്മൾ ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാ. നിന്റേത് നോർമൽ ഡെലിവറി ആയിരുന്നോ അതോ? അത് പോട്ടെ, പ്രസവം കഴിഞ്ഞ് പരിചരിക്കാൻ ആരാ കൂടെ ഉണ്ടായേ? എന്റെ അച്ഛനും അമ്മയും. അതായത് ഞങ്ങളുടെ വീടിനടുത്തുണ്ടായിരുന്നില്ലേ ശാന്തമ്മയും മൂർത്തിമുത്തച്ഛനും, അവരാ എന്റെ കൂടെ നിന്ന് സിഹയെ നോക്കിയിരുന്നത്. അവരെനിക്ക് ചെയ്ത സഹായങ്ങള് ചെറുതൊന്നുമല്ല. ഹൗ സ്വീറ്റ്. നിന്റെ അമ്മ നേരത്തെ മരിച്ചതാണെന്ന് എന്നോട് പറഞ്ഞായിരുന്നല്ലോ അല്ലേ? ഐ എം സോ സോറി സീത. ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരു പെണ്ണ് അമ്മയാകുന്ന സമയത്ത് അവളുടെ സ്വന്തം അമ്മ അവളുടെ കൂടെയുണ്ടെങ്കിൽ അവൾക്കുണ്ടാവുന്ന ധൈര്യം ഒന്ന് വേറെയാ, അല്ലേ സീത? അത് പോട്ടെ സീത, അപ്പോ നിന്റെ അമ്മായിമ്മ നിന്റെ കൂടെ ഉണ്ടായില്ലേ? അതായത് നിന്റെ ഭർത്താവിന്റെ അമ്മ. നിന്റെ ഭർത്താവും അപ്പം നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? പഴയ കാര്യങ്ങൾ ഇപ്പൊ പറയണോ അമ്മേ? അതൊന്നും വേണ്ട സീത, ഞാനൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാ. എനിക്ക് നന്നായിട്ടറിയാം നീ ചെറുപ്പം മുതലേ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലൂടെയാ വളർന്നതെന്ന്. വിഷമങ്ങൾ പങ്കുവെച്ച അത് കുറയുന്നല്ലേ? സന്തോഷം ഷെയർ ചെയ്ത അത് ഇരട്ടിയാകുന്ന. അല്ല, സിഹയുടെ അച്ഛൻ എന്താ സംഭവിച്ചത്? എന്താ സീത, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആർ യു അൺകംഫർട്ടബിൾ? റാമിന് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമല്ല. അങ്ങനെയാവുമ്പോ മറ്റുള്ളവരോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. സോറി അമ്മേ. വാവ്, നമ്മുടെ സീതാമാതാവ് ഒരുപാടങ്ങ് മാറിയല്ലോ. നിന്റെ ഹിസ്റ്ററി എന്താണെന്ന് നിനക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ അതെല്ലാം ഓരോന്നോരോന്നായി കണ്ടെത്തേണ്ടത് എന്റെ കടമയല്ലേ സീത? എന്തിനാ ഇപ്പൊ പെട്ടെന്ന് വന്ന് പ്രസവം, പരിചരണം, ഭർത്താവ് കൂടെ ഇരുന്ന് നോക്കിയോ എന്നൊക്കെ ചോദിക്കുന്നത്? ഇതെല്ലാം കാഷ്വലായിട്ട് ചോദിച്ചതായിരിക്കോ അതോ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഞാൻ വെറുതെ എന്തിനാ ടെൻഷനാവുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ എന്തിനാ വെറുതെ ആലോചിക്കുന്നത്? അനന്തലക്ഷ്മി മാം സിഹിയുടെ ജനനത്തെക്കുറിച്ച് വേറെ ആരോടും ഒന്നും പറയില്ലെന്ന് വാക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതാരും അറിയാൻ പോകുന്നില്ല. വെറുതെ പേടിക്കുന്നതിലൊരർത്ഥവുമില്ല. ഇങ്ങനെയായിരിക്കുമോ സിഹിയുടെ അച്ഛൻ? ഗുഡ്, വെരി
അങ്ങനെ എത്തിയല്ലോ. എത്തണമല്ലോ. കണ്ടെത്തും, ഉറപ്പായും കണ്ടെത്തും. ഇവനാണ് സിഹിയുടെ അച്ഛനെന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് സീതാരാമന്മാരെ തമ്മിലകറ്റിയിട്ട് എനിക്ക് സീതാജിയെ സ്വന്തമാക്കാൻ പറ്റിയാൽ സന്തോഷം. അച്ഛാ, സിഹിയുടെ അച്ഛാ, അച്ഛൻ എവിടെ? ശാലിനിക്ക് ഈ വീട് തന്നെ ഇഷ്ടമായത്. അപ്പൊ നമുക്കിത് ഫിക്സ് ചെയ്യാം, അല്ലേ ശാലിനി? സിഹി, ശ്യാമങ്കളിനും ശാലിനി ആന്റിക്കും ഞാനൊരു വീട് നോക്കി വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ മോളെ, എന്തായാലും നിന്റെ ചോയ്സ് എപ്പോഴും ബെറ്റർ ആയിരിക്കും. ഇല്ല സീതമ്മ, നിന്റെ ചോയ്സ് സൂപ്പർ ആയിരിക്കും. എവിടെ നോക്കട്ടെ? നീ ഏത് വീടാ നോക്കി വെച്ചത്? വേണ്ട മോളെ, നീ നോക്കി വെച്ച വീട് മതി, അല്ലേ ശ്യാം? എന്റെ സിഹി മോള് നോക്കി വെച്ച വീട് ഫൈനൽ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുവാണ്. ഇപ്പോ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു വീട് കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കണ്ടാ കൊള്ളാന്നുണ്ട് നമുക്ക്. പ്ലീസ്. വീട് നല്ല വീടായിരിക്കണം, സ്പേഷ്യസ് ആയിരിക്കണം. എനിക്കാണെങ്കിൽ ഇന്റീരിയർ ഡിസൈൻ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. സോ അതിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണെങ്കിൽ ഒന്നുകൂടെ നല്ലത്. കാണട്ടെ നിങ്ങൾ നോക്കി വെച്ച വീട് ഏതാണെന്ന്. എന്നെ കൂട്ടാതെ എന്താ ഇവിടെ ഒരു വട്ടമേശ സമ്മേളനം? വാട്ട്സ് ഹാപ്പനിങ് ഗൈസ്? നീ എത്തിയാ? ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യ് രാമ. എന്താടാ, എന്തു പറ്റി? ഇപ്പോ ഭാര്യ വേണോ മകള് വേണോ എന്നുള്ള ചോയ്സ് നിങ്ങക്ക് തന്നാ നിങ്ങൾക്കാരെയാ വേണ്ടത്? ലൈഫില് മറ്റെന്ത് സിറ്റുവേഷൻ വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ്. അതല്ല സീത വേണോ സിഹി വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റില്ല. ഇംപോസിബിൾ. ഇവരുണ്ടെങ്കിൽ ഈ രാമനുള്ളൂ. അതൊന്നും അല്ലടാ. സീത നോക്കി വെച്ച വീട് ഫൈനലൈസ് ചെയ്യണോ അതോ എന്റെ സിഹിമോള് നോക്കി വെച്ച വീട് അക്സെപ്റ്റ് ചെയ്യണോ എന്ന് നീ പറ രാമ. ഓ, അതാണോ കാര്യം? ഞങ്ങൾ നിന്നോട് രണ്ട് വീടിന്റെയും ഡീറ്റെയിൽസ് പറയാം. നീ ഏത് സെലക്ട് ചെയ്യുന്നോ അത് ഫൈനൽ. ഓക്കെ. ശ്രദ്ധിച്ചു കേട്ടോ. സദാശിവൻ നഗറിലൊരു വീട്, 3 BHK ഡ്യൂപ്ലക്സ് ഹൗസ്. പിന്നൊന്ന് നിയർ നെൽമംഗള. ഇതിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് നീ നോക്ക്. ഓഫ് കോഴ്സ് സദാശിവ നഗറിലെ വീട്. അതാകുമ്പോ നമ്മുടെ വീടായിട്ട് ഒരുപാട് അടുത്തല്ലേ. നെൽമംഗളയിലെ വീട് ഇവിടുന്ന് ഒരുപാട് ദൂരമില്ലേ സീത? അതല്ല റാം, അതൊരു വലിയ വീടാ, നല്ല സ്പേഷ്യസ് ആയിട്ടൊരു വീട്. മുമ്പിലൊരു ഓഫീസ് സ്പേസ് ഉണ്ട് അത്രേ, അതവർക്ക് ക്ലിനിക് ആയിട്ട് കൺവേർട്ട് ചെയ്യാലോ. പിന്നെ വിലയും കുറച്ച് അഫോർഡബിളാ. അവർക്ക് വാടക വീട് വേണ്ടെങ്കിൽ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റുമല്ലോ. അത് ചൂസ് ചെയ്യുന്നതാവും ബെറ്റർ എന്ന് തോന്നി. സോ ആ നെൽമംഗളയിലെ വീട് നീ സെലക്ട് ചെയ്തതാ? സീത ലിസൺ, നെൽമംഗളയിലെ വീട് വലുതായിരിക്കും, അതുപോലെ അഫോർഡബിളും ആയിരിക്കും. ബട്ട് സദാശിവനഗറിലെ വീട് നമ്മുടെ വീടിന്റെ അടുത്തല്ലേ. ഇടയ്ക്കൊക്കെ ശ്യാമിന് ശാലിനിക്ക് ഇങ്ങോട്ട് വന്ന് പോവുകയും ചെയ്യാലോ. എന്തായാലും സദാശിവനഗറിലെ വീട് 3 BHK അല്ലേ. അതിൽ ഒരു റൂം ക്ലിനിക്കായിട്ട് മോഡിഫൈ ചെയ്താ പോരെ? എന്താ ശ്യാമേ? അല്ല, നിങ്ങളൊന്ന് നെൽമംഗളയിലെ വീട് കണ്ടുവരുന്നത് നല്ലതല്ലേ? സീതമ്മ, എനിക്ക് നീ ചൂസ് ചെയ്ത വീട് നല്ല ഇഷ്ടായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും വീടിനടുത്തുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? നമ്മുടെ തൊട്ടടുത്തുള്ള വീട് മതി ഇവർക്ക്. ദൂരെയുള്ള വീട് വേണ്ട സീതമ്മ. നെൽമംഗള ഈസ് ടു ഫാർ. ഞങ്ങൾക്കും ബാംഗ്ലൂർ വിട്ടു നിൽക്കുന്ന ഒരു ഫീൽ ആയിരിക്കും. ഞങ്ങൾ ആദ്യം നിന്നിരുന്ന വീടും സിറ്റിയിൽ നിന്ന് ദൂരത്തായിരുന്നു. സോ ശ്യാം എന്തെങ്കിലും ജോലി ആവശ്യത്തിനോ സ്കൂൾ വിസിറ്റിനോ ഒക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഒരു ടൈം പാസും ഉണ്ടായിരുന്നേ ഇല്ല. എങ്ങോട്ടെങ്കിലും പോകാന്ന് കരുതിയാ അത് ദൂരത്താണെന്ന് വിചാരിച്ച് വീട്ടിൽ തന്നെ ഇരിക്കും. സോ ഞങ്ങൾക്ക് സദാശിവൻ നഗറിലെ വീട് ഓക്കെയാണ്.
അതെ, ഞങ്ങൾ ഇവിടെയാണെങ്കിൽ ഡെയിലി നിങ്ങളെ കാണാം. എന്റെ സിഹി മോളെയും ഡെയിലി കാണാൻ പറ്റും. സോ ഞങ്ങൾ ഈ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളാം. പക്ഷെ ഇവർ രണ്ടുപേരും വീടിനടുത്തുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? നമ്മുടെ തൊട്ടടുത്തുള്ള വീട് മതി ഇവർക്ക്. അശോക്, ആരുടെ മെസ്സേജ് ഈ നേരത്ത്? അത് ബാങ്കിൽ നിന്ന് വരാറില്ലേ? യു ആർ എലിജിബിൾ ഫോർ ലോൺ, ക്രെഡിറ്റ് കാർഡ്. ലേറ്റ് ആയില്ലേ? നീ കിടന്നോ? ആ, നാളെ ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തും അല്ലേ? അശോക്, എന്തൊരു തമാശയല്ലേ? യൂഷ്വലി നമ്മൾ വീട്ടിലുള്ളപ്പോ എപ്പോഴും ഒന്ന് പുറത്തു പോവുക, എപ്പോഴും ഒന്ന് ട്രിപ്പിന് പോവാന്നൊക്കെ വിചാരിക്കില്ലേ? എന്നിട്ട് നമ്മളൊരു ട്രിപ്പിന് വന്നാ നാളെ തിരിച്ച് വീട്ടിലേക്ക് പോവാണെന്ന് അറിയുമ്പോ എന്തൊരു സന്തോഷമല്ലേ? എവിടെ നമ്മൾ എത്ര സന്തോഷം എന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന കംഫർട്ട്, സന്തോഷം അതൊന്ന് വേറെയാ. അതുകൊണ്ട് അങ്ങനെ തോന്നുന്നേ. ഇങ്ങനെ സിൻഡി ഡയലോഗൊക്കെ അടിച്ചാൽ ഞാൻ ചോദ്യം മറക്കൂന്നൊന്നും കരുതണ്ട. ഈ നേരത്തെ ഏത് ബാങ്ക് മെസ്സേജ് അയക്കുന്നേ? പറയ്, ഈ സമയത്ത് ഏത് ബാങ്കിൽ നിന്നാ മെസ്സേജ് വരുന്നത്? ഇനിയിപ്പോ എന്താ പറയാ? ഇന്നല്ലെങ്കിൽ നാളെ നീ സത്യം അറിഞ്ഞല്ലേ പറ്റൂ. പക്ഷേ ഇങ്ങനൊരു മൊമെന്റിൽ അവളോട് കാര്യം പറഞ്ഞിട്ട് അവളെ വിഷമിപ്പിക്കണോ? പറ, ആരാ നിനക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നേ? അത് ഞാൻ പറഞ്ഞല്ലോ, ബാങ്കിൽ നിന്ന്. ഏത് ബാങ്ക്? പേടിച്ചു പോയല്ലേ? സത്യം പറ, ചെറിയൊരു അറ്റാക്ക് വന്നില്ലേ നിനക്ക്? ഭഗവാൻ, എന്റെ ഭാര്യയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലാണ്ടായോന്ന്. ഡോണ്ട് വറി, ഐ ട്രസ്റ്റ് യു എ ലോട്ട്. പക്ഷേ എന്തിനാ ഇത്ര ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നേ? പേടിയോ? പേടിയൊന്നുമില്ലല്ലോ. ഐ ആം ഓക്കേ. ആക്ച്വലി എന്താണെന്നോ, നാളെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ആലോചിക്കുമ്പോ സന്തോഷം. ബട്ട് എനിക്ക് ഈ യാത്ര ഒരുപാട് മിസ് ചെയ്യും. നമ്മുടെ ബിസി ഷെഡ്യൂളിൽ നമ്മളൊരു ബ്രേക്ക് കണ്ടെത്തി ട്രിപ്പിന് വേണ്ടി ഇറങ്ങിയില്ലേ? ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു ഫോർ ദിസ് അശോക്. ഇങ്ങനെ പുറത്തുനിന്ന് കറങ്ങിയ മനസ്സിന് സമാധാനം കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങണം, എന്നിട്ട് അടിച്ചു പൊളിക്കണം. മനസ്സ് എപ്പോഴും കൂളായിട്ടിരിക്കണം, അല്ലേ? കള്ളം. എന്ത് കള്ളം? സത്യം പറ അശോക്, നിങ്ങളിപ്പോ കൂളാണോ അശോക്? ഈ ട്രിപ്പ് മുഴുവൻ നിങ്ങൾ എൻജോയ് ചെയ്തോ അതോ വിഷമായിരുന്നോ? ഇനി നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞ ഈ യാത്രയ്ക്കൊന്നും ഒരു അർത്ഥമില്ലാണ്ടായി പോവും. മോളെ, നീ എന്താ പറയുന്നേ? അതെ, ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളും മറ്റൊരാളെ മനസ്സിലാക്കണം, മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നൊക്കെ നിങ്ങൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ എന്നോട് മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നോ? ഓപ്പണായിട്ട് സംസാരിച്ചോ എന്നുള്ള ചോദ്യത്തിനെങ്കിലും പ്ലീസ് അശോക്, മനസ്സ് തുറന്നൊരു ഉത്തരം താ. അത്രയും മതി. തരില്ല അല്ലേ? മോളെ, ഫോൺ തന്നെ. ഡോൺ വറി അശോക്, നീ എന്നോട് മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ആ മെസ്സേജ് ഒന്നും ഞാൻ വായിക്കില്ല. മോളെ, നീ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്ക്, എന്നെ വീണ്ടും പേടിപ്പിക്കാനായിട്ട് സർക്കസ് കളിക്കണ്ട. എന്താ ഇത് നട്ടപാതിരാത്രിക്ക്? പോയി ഉറങ്ങിക്കേ. ഓൾമോസ്റ്റ് ഒരാഴ്ചയായി കാണുമല്ലേ നിങ്ങൾ നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട്? നീ എന്താ പറയുന്നത് മോളെ? മതിയാക്ക് അശോക്, എനിക്ക് ശരിക്കും നിന്നോട് അസൂയ തോന്നുന്നു. നിനക്കിത് എന്തൊരു ക്ഷമയാ. അല്ല, ബ്രസ്റ്റ് ക്യാൻസർ ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഒരു രോഗമാണ്.
തുടക്കമല്ലേ അശോക്? നമുക്കത് സമാധാനമായിട്ട് മാറ്റിയെടുക്കാലോ. അതിന്റെ എല്ലാം മോളില് നിങ്ങൾ എന്റെ കൂടെ തന്നെയില്ലേ? എനിക്ക് വേറെ ഒന്നിനും പേടിയില്ല അശോക്. അതെ, മാത്രം വിഡ്ഢിയൊന്നും അല്ല അശോക് ഞാൻ. ഇൻഫാക്ട് ഡോക്ടർ റോഹനെ മീറ്റ് ചെയ്യാൻ നിങ്ങൾ ഒറ്റയ്ക്കാ പോയത്. മീറ്റ് ചെയ്ത് വന്നതിന് ശേഷം യു ആർ നോട്ട് ഓക്കെ. റിപ്പോർട്ട് ചോദിച്ചപ്പോ എല്ലാം നോർമലാണെന്ന് പറഞ്ഞ് എന്നെ കാണിച്ചതേ ഇല്ല. വെറുതെ പറഞ്ഞങ്ങ് പോയി. അതുകൊണ്ട് റിപ്പോർട്ടൊക്കെ ഞാൻ തന്നെ കണ്ടെത്തി നോക്കി. കാര്യം എന്താണെന്ന് അറിഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയാതിരിക്കാൻ വേണ്ടി നീ ഇപ്പൊ വരെ എത്ര കഷ്ടപ്പെട്ടു അശോക്. ആ നിന്നെ വിഷമിപ്പിക്കാൻ എനിക്കിഷ്ടമായിരുന്നില്ല. അതുകൊണ്ടാ ഞാൻ ഒന്നും അറിയാത്ത മട്ടില് അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഈ യാത്രക്കിടയിൽ നിങ്ങൾ ഈ കാര്യം എന്നോട് പറയുന്ന ഞാൻ വിചാരിച്ചത്. നിങ്ങൾ പറഞ്ഞില്ല, ഞാൻ ചോദിക്കാനും ട്രൈ ചെയ്തില്ല. പക്ഷെ മനസ്സ് നിൽക്കുന്നില്ല. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അശോക്. സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. എനിക്ക് ഒട്ടും അഭിനയിക്കാൻ അറിയില്ല. അതുകൊണ്ടാ പറഞ്ഞത് എനിക്ക് നിന്നോട് അസൂയ തോന്നുന്നു. മനസ്സിൽ ഇത്രയൊക്കെ വിഷമങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ എങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നേ?